ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് യു ആർ ഇൻ റെസസിറ്റേഷൻ ഏരിയ ആൻഡ് എ പേഷ്യന്റ് കെയിം വിത്ത് ഡ്രഗ് ഓവർഡോസ് ആൻഡ് ദ പേഷ്യന്റ് ലാസ്റ്റ് ടേക്കൺ ഈസ് മോർഫിൻ ആൻഡ് ഹിസ് ഹാർട്ട് റേറ്റ് ഈസ് 100 അല്ലെങ്കിൽ 101, then respiratory rate is 28 to 30, saturation is 88%, BP is dropping. Actually the BP is 100/50. So what is your action as an ER nurse, അല്ലെങ്കിൽ how will you prioritize this patient? ഇമ്മീഡിയറ്റ്ലി പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു ഡ്രഗ് ഓവർഡോസ് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അസസ്മെന്റ്, കോൾ ഫോർ ഹെൽപ്പ് ആൻഡ് ചെക്ക് ഫോർ ദ സേഫ്റ്റി ഓഫ് ദി പേഷ്യന്റ് ആസ് വെൽ ആസ് ദി സ്റ്റാഫ്. സ്റ്റാഫിന്റെ പേഷ്യന്റിന്റെ സേഫ്റ്റി ചെക്ക് ചെയ്യുക. അതിൽ ഗോ വിത്ത് ABCDE അപ്രോച്ച്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി എക്യുപ്മെന്റ്സ് എല്ലാം ഗ്യാദർ ചെയ്ത് വെക്കുക. നമുക്കൊരു ക്രാഷ് കാർട്ട് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ക്രാഷ് കാർട്ടിൽ എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നിരിക്കും. അത് നമ്മുടെ നിയർ ബൈ ആയിട്ട് എടുത്തു വെക്കുക. അതേപോലെ തന്നെ എയർവേ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എയർവേ കോംപ്രമൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പൊസിഷനിങ് കൊടുക്കുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏത് പേഷ്യന്റ് വന്നു കഴിഞ്ഞാലും എയർവേ കോംപ്രമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹെഡ് ടിൽറ്റ് ചെയിൻ ലിഫ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂഷ്വലി എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നത്. എന്നാൽ എന്തെങ്കിലും സി സ്പൈൻ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുന്നത് സെർവൈക്കൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, സ്പൈൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന് ഒരിക്കലും ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ജോ ത്രസ്റ്റ് മാനുവർ ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. അതും നമുക്കിവിടെ എടുത്തു പറയാവുന്നതാണ്. അതേപോലെ തന്നെ പൊസിഷനിങ്ങിന് ശേഷം നമുക്ക് പേഷ്യന്റ് എന്തെങ്കിലും സക്ഷൻ സെക്രീഷൻസ് എന്തെങ്കിലും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്ഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ കേസിൽ പേഷ്യന്റിന്റെ എയർവേ അത്രമാത്രം കോംപ്രമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് നേസോഫാരൻജിൽ ഓറോഫാരൻജിൽ എയർവേ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ബ്രീത്തിങ്ങിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം പേഷ്യന്റിന്റെ റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൂടുതലാണ്. എന്നാൽ ഈ പേഷ്യന്റ് മോർഫിൻ ഓവർഡോസുമായിട്ട് വന്നതുകൊണ്ട് പേഷ്യന്റിന് മിക്കവാറും റെസ്പിറേറ്ററി ഡിപ്രഷൻസ്, അതായത് അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ബ്രാഡിപ്നിയ അപ്നിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ആക്സസറി മസിൽസ് യൂസ് ചെയ്തിട്ടാണോ ഈ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതേപോലെ തന്നെ പേഷ്യന്റിന് സയനോസ്ഡ് ആണോ, പേഷ്യന്റ് പെരിഫറീസ് എങ്ങനെയാണ്, കൂളാണോ, അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്വിക്ക് അസസ്മെന്റ് നടത്തണം. അതേപോലെ തന്നെ നമ്മൾ നോക്കണം ബ്രീത്തിങ് കോംപ്രമൈസ് ആവുന്നുണ്ടെങ്കിൽ, ഓൾറെഡി പേഷ്യന്റിന്റെ സാച്ചുറേഷൻ കുറവാണ്. അപ്പം ഇൻ കേസ് നമ്മൾ ഇൻറ്റുബേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. either ബൈ യൂസിങ് എ നോൺ റീബ്രീത്തർ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാച്ചുറേഷൻ എത്രയാണോ അത് അക്കോർഡിംഗ്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ ഫേസ് മാസ്ക് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നേസൽ കാനുല യൂസ് ചെയ്ത് പേഷ്യന്റിന്റെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അത് സർക്കുലേഷൻ പാർട്ടിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് BP അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് കാനുലാസ് സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കണം, ഈ പേഷ്യന്റ് വന്നിരിക്കുന്നത് ഡ്രഗ് ഓവർഡോസ് ആയിട്ടാണ്. അപ്പോൾ ഏതൊരു പേഷ്യന്റ് ഡ്രഗ് ഓവർഡോസ് ആയിട്ട് വന്നാലും നമ്മൾ അവരുടെ ആന്റിഡോട്ട്, അതായത് ആ ഒരു ഡ്രഗിന്റെ ആന്റിഡോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കേസിൽ പേഷ്യന്റ് മോർഫിൻ ഓവർഡോസ് ആയതുകൊണ്ട് മോർഫിന്റെ ആന്റിഡോട്ട് ആയിട്ടുള്ള നാലോക്സോൺ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട എന്നല്ല, നമ്മളെല്ലാം പറയുന്ന കൂട്ടത്തിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ആന്റിഡോട്ടിന്റെ കാര്യം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. നാലോക്സോൺ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ പാർട്ടിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു BP ഡ്രോപ്പ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കാവുന്നതാണ്. അതെല്ലാം ഡോക്ടേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എന്നിരുന്നാലും നമ്മൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. അക്കോർഡിംഗ് ടു ദ ഡോക്ടർ ഓർഡർ വി ക്യാൻ പ്രൊവൈഡ് IV fluids because the BP is already low. ഈ കാര്യങ്ങൾ നമുക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പേഷ്യന്റ് നമ്മൾ IV കാനുല സെക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് എപ്പോഴാണ് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെയുള്ള കേസിൽ എമർജൻസി പേഷ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചിലപ്പം എന്തെങ്കിലും വാസോ ഡയലേറ്റേഴ്സ് ഒക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരാം, അല്ലെങ്കിൽ നമുക്ക് നോറഡ്രിനാലിൻ അഡ്രിനാലിനൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ലാർജ് പോറായിട്ടുള്ള IV കാനുല യൂസ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ 2 സൈഡ്സിലായിട്ട് അത് നമ്മൾ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഒന്നിൽ കൂടി IV ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് മറ്റൊന്നിൽ കൂടി നമുക്ക് മറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം 2 IV കാനുലാസ് സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ആന്റിഡോട്ട് കൊടുക്കുക.
സർക്കുലേഷൻ പാർട്ടിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. BP കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മുടെ ഡി, അതായത് ഡിസബിലിറ്റി പാർട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് പേഷ്യന്റിന്റെ GCs എങ്ങനെയാണെന്നുള്ളത്. പ്യൂപ്പിൾസിന്റെ ഡയലേഷൻ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അത് ഈക്വലി റിയാക്ടിങ് ആണോ എന്ന് നോക്കണം. പിന്നെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. GCsന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പേഷ്യന്റിന് GC സ്കോർ എങ്ങനെയാണെന്ന് നോക്കുക. പേഷ്യന്റ് കൂടുതലും അൺറെസ്പോൺസീവ് ആണ്, GCs വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ഇൻറ്റുബേറ്റ് എന്നുള്ളതാണ്. കാരണം ഈ പേഷ്യന്റിനെ നമുക്ക് ചിലപ്പോൾ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് കെയറിന് വേണ്ടിയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ എയർവേയും ബ്രീത്തിങ് ഒക്കെ കോംപ്രമൈസ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ബെറ്റർ ടു ഇൻറ്റുബേറ്റ് ദ പേഷ്യന്റ്, അത് നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഡി, അതായത് ഡിസബിലിറ്റി പാർട്ടിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസിമിക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡ്രഗ് കൊടുത്ത്, അതായത് ഡെക്സ്ട്രോസോ അങ്ങനെ എന്താണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ആ ഡ്രഗ് കൊടുത്തിട്ട് നമുക്ക് പേഷ്യന്റിനെ ഹൈപ്പോഗ്ലൈസീമിയ മാറ്റി പേഷ്യന്റിനെ നോർമോഗ്ലൈസീമിക് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നോക്കണം, മെയിൻറ്റെയിൻ നോർമോഗ്ലൈസീമിയ എന്നുള്ളത്. പിന്നീട് ഈ എക്സ്പോഷർ പാർട്ടിൽ വരുമ്പോഴേ നമ്മൾ നോക്കേണ്ടത് പേഷ്യന്റ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുന്നത്. പേഷ്യന്റിന് നോർമോതെർമിയ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ABCD അസസ്മെന്റിൽ വരുന്നത്. അതേപോലെ തന്നെ മോർഫിന്റെ ആന്റിഡോട്ടിന്റെ കാര്യം നമ്മൾ സ്പെസിഫിക്കലി അവിടെ പറയേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടും. സിനാരിയോ നമുക്ക് പരിചയപ്പെടാം. If you are in resuscitation area, one patient came with drug overdose and his BP 100/50, saturation 88%, heart rate 100, respiratory rate 28 to 30. The drug which was taken last is morphine. What will you do as an emergency nurse? Initial rapid assessment and preparation. Will call for help, then prepare the necessary equipments. Safety. Immediately notify the emergency physician and other team members and gather the equipments. Safety is very important for both the patient and staff. A. Airway and C-spine protection. Positioning, suction and intubation will comes under airway. When it comes for B means breathing and ventilation, oxygen administration, assisted ventilation and consider naloxone. Naloxone administration പറ്റി ഇവിടെ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. Naloxone. This is a specific antidote for opioid overdose. The standard initial dose is 0.4 mg to 2 mg IV. If no IV access, can be given IM subcutaneously or intranasally. വളരെ സ്ലോലി ആയിരിക്കണം നമ്മൾ നാലോക്സോൺ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് സി ഫോർ സർക്കുലേഷൻ. ഇവിടെ നമ്മൾ ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യണം. നമുക്ക് ഓൾറെഡി ഹാർട്ട് റേറ്റ് എത്രയാണ്, ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. മോർഫിന്റെ വാസോ ഡയലറ്ററി എഫക്റ്റ് കൊണ്ടാവാം പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ഉണ്ടായത്. അതേപോലെ തന്നെ ഹൈപ്പോടെൻഷൻ മൂലം ടക്കിക്കാർഡിയയും ഉണ്ടായിട്ടുണ്ട്. ലാർജ് ബോറായിട്ടുള്ള 2 IV കാനുള്ള നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ 18 ഗേജ് ഓർ 16 ഗേജിന്റെ കാനുള്ള സെക്യൂർ ചെയ്യുക. അതേപോലെ തന്നെ BP കുറവായതുകൊണ്ട് നമ്മൾ IV ഫ്ലൂയിഡ്സും അഡ്മിനിസ്റ്റർ ചെയ്യണം. 250 to 500 ml ഓഫ് നോർമൽ സലൈൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഡി എന്ന് വെച്ചാൽ ഡിസബിലിറ്റി ആണ്. ഇവിടെ നമ്മൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യുന്നത്. എക്സ്പോഷർ ആൻഡ് എൻവയോൺമെന്റ്. മെയിൻറ്റെയിൻ വാംത്ത്. നമ്മൾ എപ്പോഴും പേഷ്യന്റിന് ഒരു നോർമോതെർമിയ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കവർ ദ പേഷ്യന്റ് വിത്ത് വാം ബ്ലാങ്കറ്റ്സ്. ABCD അപ്രോച്ച് കൂടാതെ വീണ്ടും റീവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യന്റിന്റെ ഇന്റർവെൻഷനോട് എങ്ങനെയാണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കണം. അതേപോലെ തന്നെ ഡോക്യുമെന്റേഷനും ഇമ്പോർട്ടന്റ് ആണ്. സിനാരിയോ ബേസ്ഡ് അല്ലാത്ത കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു മെഷർ എ ഓറോഫാരഞ്ചൽ എയർവേ സൈസ്, അല്ലെങ്കിൽ ഹൗ വിൽ യു മെഷർ എ നേസോഫാരഞ്ചൽ എയർവേ സൈസ്, അല്ലെങ്കിൽ നമ്മുടെ കോളറിന്റെ, അതായത് സി കോളറിന്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഓറോഫാരഞ്ചൽ എയർവേയുടെ കാര്യം പറയുവാണെങ്കിൽ ദ കോർണർ ഓഫ് ദി മൗത്ത് മുതൽ നമ്മുടെ ആംഗിൾ ഓഫ് ദി മാൻഡിബിൾ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഓറോഫാരഞ്ചൽ എയർവേയുടെ സൈസ് മെഷർ ചെയ്യുന്നത്. നേസോഫാരഞ്ചൽ എയർവേയുടെ സൈസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ നേസൽ ടിപ്പ്, അതായത് നോസിന്റെ ടിപ്പ് മുതൽ ട്രാക്കസ് ഓഫ് ദി ഇയർ, അതായത് ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ട്രാക്കസ് ഓഫ് ദി ഇയർ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ നേസോഫാരിഞ്ചൽ എയർവേയുടെ സൈസ് അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സീ കോളറിന്റെ സൈസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് ഓഫ് ദി മാൻഡിബിൾ ടു ദ സ്റ്റേർണൽ നോച്ച്, അതാണ് ഇവിടം വരെയുള്ള ഒരു ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ സീ കോളറിന്റെ സൈസ്. അല്ലെന്നുണ്ടെങ്കിൽ ലോവർ ജോ മുതൽ അപ്പർ പാർട്ട് ഓഫ് ദി ഷോൾഡർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു കറക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മൾ സീ കോളറിന്റെ സൈസ് മെഷർ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.